നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ ഒരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷനാണ്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു നവരത്ന കമ്പനിയായ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന്റെ ഹൈദരാബാദ് യൂണിറ്റിലാണ് ഈ പെർമനന്റ് ആയിട്ടുള്ള ഈ വേക്കൻസികളുള്ളത്. താല്പര്യമുള്ളവർ ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ട്. ഏപ്രിൽ 9 വരെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പൂർണ്ണമായും വീഡിയോ കാണുക. അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക. നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്നുള്ളത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം, ഒരു നവരത്ന കമ്പനിയാണ്. അവിടെ പെർമനന്റ് അടിസ്ഥാനത്തിലാണ് ഈ നിയമനം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 3 കാറ്റഗറി പോസ്റ്റുകളാണുള്ളത്. ഒന്ന് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ട്രെയിനി എന്നുള്ളതാണ്. അതിനുവേണ്ടി യോഗ്യത 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പാസ്സാവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 8 വേക്കൻസികളാണ് ഉള്ളത്. ശമ്പള സ്കെയിൽ 24,500 മുതൽ 90,000 എന്ന സ്കെയിലാണ് ശമ്പളം. മറ്റ് അലവൻസുകളും ലഭിക്കുക. രണ്ടാമത്തെ പോസ്റ്റ് ടെക്നീഷ്യൻ സി എന്നുള്ളതാണ്. അതിനുവേണ്ടി യോഗ്യത 10ാം ക്ലാസ് പാസ്സായ ശേഷം ITIയും 1 വർഷത്തെ അപ്രന്റീസ്ഷിപ്പ് എക്സ്പീരിയൻസും വേണം. അല്ലെങ്കിൽ 10ാം ക്ലാസ് ശേഷം 3 വർഷത്തെ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് കോഴ്സ് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാൻ കഴിയും. ട്രേഡ് പറഞ്ഞിരിക്കുന്ന ഇലക്ട്രോണിക്സ് മെക്കാനിക് ആണ്. 21 വേക്കൻസികളാണുള്ളത്. അടുത്ത പോസ്റ്റ് ജൂനിയർ അസിസ്റ്റന്റ് ആണ്. അതിനുവേണ്ടി BCom അല്ലെങ്കിൽ BBA 3 വർഷത്തെ കോഴ്സ് അംഗീകൃത സർവകലാശാല പാസ്സാവരായിരിക്കണം. BCom അല്ലെങ്കിൽ BBA 3 വേക്കൻസികളാണുള്ളത്. അതിലേക്ക് ശമ്പള സ്കെയിൽ 21,500 മുതൽ 82,000 എന്ന സ്കെയിലാണ് ശമ്പളം ലഭിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ട്രെയിനി ആയിട്ട് ലഭിക്കുന്നവർക്ക് ആദ്യത്തെ 6 മാസം ബാംഗ്ലൂരിലെ ആയിരിക്കും ട്രെയിനിങ്. 24,000 രൂപ പ്രതിമാസം ശമ്പളമായിട്ട് ലഭിക്കും. സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കും. അതിനുശേഷമായിരിക്കും നിശ്ചിത നിയമനം ലഭിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക. ജൂനിയർ അസിസ്റ്റന്റിന്റെ പോസ്റ്റ് ഇനിഷ്യലി ട്രെയിനിങ് അവർക്ക് ബെൽ ഹൈദരാബാദിൽ തന്നെയായിരിക്കും. അതിനുശേഷം ബെൽ ഇബ്രാഹിം പട്ടണത്തിലായിരിക്കും, ഫാക്ടറിയിലായിരിക്കും നിയമനം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. പ്രായം പറഞ്ഞിട്ടുള്ളത് മാക്സിമം 28 വയസ്സാണ്. 1/3/2025 അടിസ്ഥാനമാക്കി 28 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. എന്നാൽ OBC നോൺ ക്രിമിനൽ ആയിട്ടുള്ളവർക്ക് 3 വർഷവും, SC/STക്കാരാണെങ്കിൽ 5 വർഷവും, ഡിസബിലിറ്റി ഉള്ളവർക്ക് 10 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്ന കാര്യം കൂടി മനസ്സിലാക്കുക. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എല്ലാം അംഗീകൃത സ്ഥാപനത്തിൽ നിന്നായിരിക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ട്രെയിനി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ജനറൽ കാൻഡിഡേറ്റ്സിനെല്ലാം ഈ കാറ്റഗറി എല്ലാ പോസ്റ്റിലേക്ക് 60% മാർക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ SC/STക്കാർക്കും ഡിസബിലിറ്റിക്കാർക്കും 50% മാർക്കോടെ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ അറ്റൈൻ ചെയ്തവർക്കൊക്കെ അപേക്ഷിക്കാനായിട്ട് കഴിയും. എക്സ്പീരിയൻസ് ആവശ്യമില്ല എന്ന കാര്യം മനസ്സിലാക്കുക. സെലക്ഷൻ എന്ന് വെച്ചാൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡിന്റെ ഒരു പ്രൊഫഷണലി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് ഒരു റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും. 150 മാർക്കിന്റെ പരീക്ഷ ആയിരിക്കും. ജനറൽ ആപ്റ്റിറ്റ്യൂഡിന്റെ 50 ചോദ്യങ്ങൾ, 50 മാർക്ക് ചോദ്യങ്ങളും ടെക്നിക്കൽ ആപ്റ്റിറ്റ്യൂഡിന്റെ 100 ചോദ്യങ്ങളും ആയിരിക്കും ഉള്ളത്. അതിലേക്ക് ജനറൽ OBC കാൻഡിഡേറ്റ്സ് എക്കണോമിക്കൽ വീക്കർ സെക്ഷൻസ് ആയിട്ടുള്ളവർക്ക് 35% മാർക്ക് പാർട്ട് 1ലും 2ലും സെപ്പറേറ്റ് മേഡിങ്ങിലെ പാസ്സാവുള്ളൂ. SC/STക്കാരായിട്ടുള്ളവരാണെങ്കിൽ ഡിസബിലിറ്റി ഉള്ളവർക്ക് 30% മാർക്ക് മതിയാകും എന്ന കാര്യം മനസ്സിലാക്കുക. അപേക്ഷാ ഫീസ് ഉണ്ട്. അതിൽ ജനറൽ കാൻഡിഡേറ്റ്സ്, OBC കാൻഡിഡേറ്റ്സ്, എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ആയിട്ടുള്ളവർക്കെല്ലാം 250 രൂപയും 18% GSTയുമാണ്. എന്നാൽ SC/STക്കാരായിട്ടുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും എക്സ് സർവീസ്മെന്റ് കാൻഡിഡേറ്റ്സിനൊന്നും ഫീസ് ഇല്ല. ഫീസ് അടയ്ക്കൊന്നും റീഫണ്ട് ചെയ്യില്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഫീസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ അടയ്ക്കാൻ പറ്റും. https://www.sbi.sba/icollecthome.htm *14842 എന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കാനായിട്ട് കഴിയും. അതുപോലെ എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുന്ന കാര്യം മനസ്സിലാക്കാൻ നിങ്ങൾ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാൻ. ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് നോക്കി നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാൻ കഴിയും. https://jobsapply.in/BL2025 HYDEAT-TECH-JA എന്നുള്ള ലിങ്കിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് വേണം അപ്ലൈ ചെയ്യാനായിട്ടുള്ളത്. അത് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇപ്പോൾ എവിടെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നോമിനേഷൻ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതേക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന്റെ വെബ്സൈറ്റ് www.bl-india.in എന്ന സൈറ്റിൽ ലഭ്യമാണ്. നിങ്ങൾ ഇടയ്ക്ക് ആ സൈറ്റ് സന്ദർശിക്കുക. അതിലെല്ലാ ഡീറ്റെയിൽസും പബ്ലിഷ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും അപ്ഡേഷൻ ഒക്കെ ഉണ്ടെങ്കിലും സൈറ്റിലായിരിക്കും ഇടുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ റിട്ടേൺ ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ പ്രൊഫഷണലായിട്ട് സെലക്ട് ചെയ്യുന്നവർ അവരുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. അപ്പോൾ കളർ ഫോട്ടോ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന നിങ്ങളുടെ SLC മുതലുള്ള എല്ലാ സർട്ടിഫിക്കറ്റിന്റെയും കോപ്പി ഒറിജിനൽ നിങ്ങൾ ഹാജരാക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇമെയിൽ കൊടുത്തിട്ടുണ്ട്. HYDHRGN@bl.co.in ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. 040271944
4999 എന്ന നമ്പർ നിങ്ങൾക്ക് വിളിക്കാം. ടെക്നിക്കൽ സപ്പോർട്ടിനും ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്യാനുള്ളത്. ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും കണ്ടില്ല രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ഉണ്ടാവട്ടെ. താങ്ക് യു.